ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പിന്നെ ഇന്നതാ നമ്മുടെ എന്താ പറയുക, ഓണമായി തുടങ്ങി. പിന്നെ പനിയും കാര്യങ്ങളൊക്കെ ഏകദേശമൊക്കെ റെഡിയായി വരുന്നുണ്ട്. അപ്പം ഞാനിന്ന് രാവിലെ നീച്ചിട്ട് ചായക്കടി നോട്ടട ഉണ്ടാക്കി. മോനൂസിനും കുറവുണ്ട് കേട്ടോ. ഇവിടെ മോനൂസ് നീച്ചത് അടുക്കളയിൽ വന്ന് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. കറണ്ട് ഇല്ല, കറണ്ട് പോയോ? ഇല്ല, കറണ്ട് ഉണ്ട്. ഇവിടെ മോനൂസ് ഇതാ ചായയൊക്കെ കുടിച്ച് വന്നിരിക്കുകയാണ് കേട്ടോ. കുഞ്ഞാവേ, പനി മാറിയില്ല അപ്പോൾ? അങ്ങനെ ഓനും തന്നെ ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. എന്നാലും പോരാ, ക്ഷീണമുണ്ട്, ഗുളികേൻ്റെ ക്ഷീണമുണ്ട്. അങ്ങനെയൊക്കെയാണ്. പിന്നെ ഞാനും തന്നെ എന്താ പറയുക, വലിയ പണികളൊന്നും എടുക്കല്, വെള്ളം കൊണ്ടുവരാനൊന്നും പോകലില്ല, അതിനൊന്നും ആയിട്ടില്ല. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പം അടുപ്പത്തുള്ള പണികളൊക്കെ ഇങ്ങനെ എടുക്കും. അപ്പോൾ ഇതാ മീൻ ഇന്നലത്തെ ബാക്കി മത്തി ഇതാ നന്നാക്കാനുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് കറി വയ്ക്കാനുള്ളത് പിന്നെ ചീരയാണ് കേട്ടോ. അപ്പോൾ ഞാനിൻ്റെ ചീരയൊക്കെ നന്നാക്കി നല്ലോണം കഴുകി വാരിയിട്ട് വേറെ വെള്ളത്തിലിട്ട് വെച്ചതാണ്. അപ്പോൾ എന്താ വെച്ചാൽ കുറച്ച് മണ്ണുണ്ട്. അപ്പോൾ നന്നായിട്ട് വെള്ളത്തിൽ കഴുകി വാരിയെടുക്കണം. അപ്പോഴാണ് മണ്ണൊക്കെ പോയി കിട്ടുള്ളത്, കല്ല് കടിക്കും. പിന്നത്തെ ചോറ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ട്യൂഷന് കൂട്ടിയിട്ടുണ്ട്. സ്കൂളിൽ പോയി. ഇനിയിപ്പോൾ എന്തും കൂടി ഉള്ളൂ, സ്കൂൾ എക്സാം കഴിഞ്ഞു. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതാ പിന്നെ ഏട്ടപ്പം രാവിലെ വെള്ളമൊക്കെ കൊണ്ടുവന്ന് വെച്ച്, വെള്ളം കൊണ്ടെല്ലാം തിരുമ്പലും അല്ലാത്ത പണിയൊക്കെ ഞാൻ എടുക്കും കേട്ടോ. പിന്നെ കുറച്ച് പെട്ടെന്ന് എടുക്കുമ്പോൾ എന്താണെന്നറിയാം, നമ്മളെ മേലൊക്കെ നമ്മൾ പെട്ടെന്ന് ഇളകും. പിന്നെ വീണ്ടും പോയ പനി പിന്നെയും വരും. അപ്പം അത് വിചാരിച്ചിട്ടാണ്, അല്ലാത്ത കുഴപ്പമൊന്നുമില്ല, ഓക്കെയാണ്. അങ്ങനെയൊക്കെയാണ് കേട്ടോ. മക്കൾക്കൊന്നും ഡ്രസ്സ് എടുത്തിട്ടില്ല. പിന്നെ ഒക്കെ ഈ പനിയും ഒക്കെ ആയ കാരണം അതിനൊന്നൊരു ഇൻട്രസ്റ്റ് തന്നെ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ മോനൂസിനും മാനുവിനും എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. എനിക്ക് പിന്നെ രണ്ട് മാക്സി ഉണ്ട്, ഇടാത്ത മാക്സികളുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെയാണ്. ഏട്ടനും ഇല്ല. ഏട്ടൻ പിന്നെ അങ്ങനെ എപ്പോഴും അങ്ങനെ ഡ്രസ്സ് എടുക്കണ കൂട്ടത്തിലൊന്നല്ല. അപ്പോൾ എന്താ അറിയില്ല, ഇനി പൈസയ്ക്ക് അനുസരിച്ചിട്ടൊക്കെ ആവും. ഇപ്രാവശ്യം നല്ല പൈസ ഇറങ്ങിയിട്ടുണ്ട്, ഡോക്ടറെ കാണിക്കലും ഒക്കെ കൂടി ആയിട്ടേ. അപ്പം അതാണ് ഒന്നാമത് നമ്മൾ ബാക്കിക്ക് നിന്നത്. അപ്പം അങ്ങനെയൊക്കെയാണ് ഗൈസ്. പിന്നെ ഇനിയിപ്പോൾ ചോറ് ഊറ്റി വയ്ക്കാൻ വേണ്ടി ഞാൻ പാത്രമൊക്കെ കഴുകി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്നലത്തെ മീൻകറി കുറച്ച് ബാക്കിയുണ്ട്, അത് വേണമെങ്കിൽ ഇനിയിപ്പോൾ അത് കൂട്ടാം. ചീരതാളിപ്പ് എനിക്ക് അത്ര തന്നെ ഈ താളിപ്പിനോട് വലിയ ഇതില്ല കേട്ടോ. എനിക്ക് എന്താവും, താളിപ്പ് പറ്റില്ല. മോനൂസിനും ഇഷ്ടമാണ്, മോനൂസിനും ഉണ്ണിയേട്ടനും ഇഷ്ടമാണ് താളിപ്പ്. അങ്ങനെ പിന്നെ നമ്മൾ മത്തി വെച്ചിട്ട് തോരൻ വെക്കുകയാണ് കേട്ടോ ഒന്ന്. അപ്പം അങ്ങനെയൊക്കെ രാവിലെ ഓട്ടടയ്ക്ക് ഉണ്ടാക്കിയ കറിയാണത്, ഇഷ്ടമാണ് ഉണ്ടാക്കിയത്. അപ്പം മോനൂസും പിന്നെ ഉണ്ണിയേട്ടനും രാവിലത്തെ എന്താ പറയുക, തലേദിവസത്തെ മീൻ കറി അങ്ങനെയൊന്നും അവർ കൂട്ടൂല. ഞാനും അതിനും കൂടി തലേദിവസത്തെ മീൻ കറി കൂട്ടിയിട്ടാണ് ഓട്ടടയൊക്കെ കഴിച്ചത്. അപ്പം ഇന്ന് നല്ല വെയിലുണ്ട്. തിരുമ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് തിരുമ്പിടാണ്ട് നമ്മൾ കിടന്നതും ആ ഒരു പനീൻ്റെ ഒരു ഇതൊക്കെ ഉണ്ടാവില്ല. എന്തായാലും നമ്മളെ വിരിപ്പിലും പോപ്പിലൊക്കെ എനിക്ക് കണ്ടിട്ടാണെന്നുണ്ടെങ്കിൽ തിരുമ്പാതിരിക്കാനും വയ്യ. പക്ഷെ ഇനി പണി കിട്ടുമോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ബെഡ്ഷീറ്റ് മാത്രം എടുത്ത് വെള്ളത്തിലെടുത്തിട്ടുണ്ട്, സോപ്പും പൊടി കലക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് തിരുമ്പി വയ്ക്കണം. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ രാവിലത്തെ തിരക്കും പടികളൊക്കെ. ഇനി മീനൊക്കെ ഒന്ന് നന്നാക്കട്ടെ ഗൈസ്. ഞാൻ മീനൊക്കെ നന്നാക്കിയതിൻ്റെ ശേഷം ഞാൻ തോരൻ വെച്ചിട്ടുണ്ട് കേട്ടോ മീനും കൊണ്ട്. അത് ഫുള്ള് വീഡിയോസ് ഞാൻ കുറേ മുന്നൊക്കെ വീഡിയോസ് ഇട്ടിട്ടുള്ളതാണ്. ഇതെങ്ങനെയാണ് വരുന്നത്, തേങ്ങയും പച്ചമുളകും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും പുളിയും കൂടെ കൂട്ടി ചതച്ചിട്ട് ആ മീനിലിങ്ങനെ ഒന്നായിട്ട് പെനച്ചിട്ട് അങ്ങനെ വേവിച്ചാണ് കേട്ടോ, വെള്ളം ഒഴിക്കാതെ. അങ്ങനെ മീൻ പീരയണത്. പിന്നെ കറി ഒനസിന് ഇഷ്ടമായി, ഒനസ് പണത്തൊക്കെ ഉണ്ട് കള്ള മോനൂസിന് ഇഷ്ടമായിരുന്നു കേട്ടോ ഗായ്സ്. അപ്പം ഇനി മോനൂസിന് അത് കൂട്ടി ചോറ് കൊടുക്കണം. ഇല്ല കുഞ്ഞെ, കുട്ടി ചോറിനില്ല, സുന്ദരി തോനെ ചോറിനും. പിന്നെ ഞാൻ കുളിച്ച് വരണം, ഞാൻ കുളിക്കാൻ പോയിട്ടില്ല, കുളിക്കണം. പിന്നെ അതാ കറി ചീരേൻ്റെ എല്ലാം താളിച്ച് വെച്ചിട്ടുണ്ട്. അതാണ് ഇപ്പോൾ ഇന്നത്തെ കറി എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഇപ്പോൾ ചീരേൻ്റെ എല്ലാം താളിപ്പാണ്. അത് മോനൂസിന് ഇഷ്ടമാണ് ചീരേൻ്റെ എല്ലാം താളിക്കുന്നത്. ഇനി സുന്ദരിക്ക് ഇഷ്ടമുള്ള കറികളാണ് ഇന്ന്. അവന് ഇഷ്ടമുള്ള കറികൾ ഉണ്ടായാലും അവൻ കഴിക്കുള്ളൂ കേട്ടോ. പിന്നെ രാവിലത്തെ ഞാൻ പറഞ്ഞല്ലോ മീൻ കൂട്ട അത്തിരി ബാക്കിയുണ്ട്. അപ്പോൾ അത് ഞാൻ വേറൊരു പാത്രത്തേക്ക് ഒഴിച്ചിട്ട് പാത്രമൊക്കെ മോറി വെച്ചാണ് കേട്ടോ. കുറേ ദിവസമായിട്ട് എൻ്റെ ഗ്യാസിൻ്റെ ഈ ഭാഗങ്ങളൊന്നും ഒരു വൃത്തി ഉണ്ടാവലില്ല. കാരണം അനുവിൻ്റെ പാചകവും ഏട്ടൻ്റെ കാട്ടിക്കൂട്ടിലും ഒക്കെ കൂടി ആയിട്ടാണ്. പക്ഷെ എന്നാലും അവർ ഉള്ളതിനനുസരിച്ച് അവരൊക്കെ ചെയ്ത് തന്നിരുന്നു കേട്ടോ. എങ്കിലും പിന്നെ ഞാനിപ്പോൾ അതാ ഇപ്പോൾ ഒക്കെ ക്ലിയറാക്കി. ഇങ്ങനെ കാണുമ്പോഴൊരു സമാധാനമുള്ളൂ എനിക്ക്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നമുക്ക് തടി കൊണ്ട് വയ്യാൻ ഒക്കെ കണക്ക് തന്നെ.
അങ്ങനെയൊക്കെയാണ് ഗൈസ്. അപ്പോൾ ഞാൻ കുളിച്ചിട്ട് വരാം. ഇനി മോനൂസും ഞാനും കൂടി ഭക്ഷണം കഴിക്കും. അതിന് വന്നിട്ട് പിന്നെ കുഞ്ഞാവേ അങ്ങനല്ലേ. അപ്പോൾ ഞങ്ങൾ ഇനി കുളിക്കട്ടെ കേട്ടോ. അപ്പോൾ ഓക്കെ. അപ്പോൾ അടുപ്പ് ഒഴിഞ്ഞ് പോകുന്നുണ്ട്. അപ്പോൾ ഇനി കരിങ്ങാലി അവിടെ നിന്ന് വെള്ളമൊഴിച്ചിട്ടൊന്ന് എടുത്ത് വയ്ക്കട്ടെ. നല്ല ചൂടുണ്ട്. അപ്പോൾ കരിങ്ങാലി എത്ര തേച്ചാലും തേയില. അപ്പോൾ ഒരുപാട് വെള്ളം കുടിക്കണോണ്ട് ഇതാ ഇത്രയും ആയിട്ടുണ്ട്. അപ്പോൾ ഇനി വെള്ളം ഒഴിച്ചാണ്ട് വയ്ക്കട്ടെ കേട്ടോ. ഓക്കെ ഗൈസ്. അപ്പോൾ ഇനി കുളിക്കാൻ പോട്ടെ.